5.6 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിന്റെ നല്ലൊരു 4 BHK വീട്, അതും കാക്കനാടിന് വളരെ അടുത്ത്. അങ്ങനെ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് പള്ളിക്കര ബസ് റൂട്ടിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും നിങ്ങളൊന്ന് നോക്കിക്കോളൂ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന്, അതായത് കാക്കനാട് പള്ളിക്കര ബസ് റൂട്ടിൽ നിന്ന് 400 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഈ കാണുന്ന വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇതുപോലെ ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ് വരുന്നത്. വീടിന്റെ എലിവേഷനും ഇതിന്റെ ഒരു പരിസരമൊക്കെ നിങ്ങൾ കാണുമ്പോഴേക്കും ഓരോ സ്ഥലങ്ങളിലേക്ക് ഒരു ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞു തരാം. ബസ് റൂട്ടിലേക്ക് 400 മീറ്റർ, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 6 കിലോമീറ്റർ, കാക്കനാട് കളക്ടറേറ്റ് നോക്കുവാണെങ്കിൽ 5 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് 8.9 കിലോമീറ്റർ, ആലുവ ഭാഗത്തേക്ക് 13, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 5.6 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട് കുറച്ചുകൂടി അടുത്ത് പരിചയപ്പെടാം. മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനിൽ ജിയ പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ഗേറ്റും വളരെ സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡ് ആണ്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ്. ഇപ്പൊ ഒരുപാട് പേര് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള വീടുകൾ നോക്കുന്നുണ്ട്. ഒത്തിരി വർക്കുകളൊന്നും വരാതെ സിമ്പിൾ ആയിട്ടും വളരെ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ് വീട് ചെയ്തിരിക്കുന്നത്. പക്ക ഒരു ബോക്സി ഷേപ്പ് വീടാണെന്ന് തന്നെ നമുക്കിത് പറയാം. ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ മുറ്റം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 5.6 സെന്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ വലിയ സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. നേരെ ഗേറ്റ് തുറന്നു വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. നിങ്ങളുടെ ഒരു കാർ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അത് കൂടാതെ 2ഉം 3ഉം കാറുകൾക്കായിട്ട് നല്ല രീതിയിൽ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പില്ലറിന്റെ ആ ഒരു ഭാഗത്ത് രണ്ടാമത്തെ കാറും മൂന്നാമത്തെ കാറും ഗേറ്റ് തുറന്ന് എൻട്രി ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും പാർക്ക് ചെയ്യാം. 3എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്താൽ ചിലപ്പോൾ 4 കാറുകൾക്ക് വരെയുള്ള പാർക്കിംഗ് സ്പേസ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. മെയിൻ കാർ പോർഷന്റെ സൈഡിലൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഗേറ്റിന്റെ സൈഡിൽ കോർണർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ചെടിയൊക്കെ നടാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ നമുക്ക് ബാക്കിലേക്ക് പോകുന്ന സമയത്തും ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വെല്ല് കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. കിച്ചന്റെ ഡോർ ഒക്കെ പാസ് ചെയ്ത് നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ പോകുന്ന സമയത്ത് വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ടൈലാണ് തിരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മൂന്നാമത്തെ കാറ് പാർക്ക് ചെയ്യാൻ ഈ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ മതിലിന്റെ ഭാഗത്തൊരു ഗേറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ 4ാമതൊരു കാറ് കൂടി ഈ ഒരു ഭാഗത്തേക്ക് പാർക്ക് ചെയ്യാം. വീടിന്റെ റൈറ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു കാറിനുള്ള നല്ലൊരു പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ചെടികളൊക്കെ നടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല സ്പേസ് തന്നെ ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. വീടിന് നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഒരു 4ഓളം ചെയറുകൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ലൊരു കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. നല്ല പോസിറ്റീവ് വൈബ് ഉള്ളത്, നല്ല എയർ പാസിംഗ് ഉള്ളതുമായ സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് ദർശനം വരുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് 2 ഭാഗത്തുമായിട്ടാണ് വിൻഡോസ് വരുന്നത്. TV യൂണിറ്റ്, റൂമുകളിലെ വാർഡ്രോബുകളെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു ഭാഗത്താണ് TV വെക്കാനായിട്ടുള്ള വോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത്. ഇവിടെയാണ് പവർ പ്ലഗ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. 11 അടി നീളവും 9.5 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. നേരെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ വൈഡ് ആയിട്ടുള്ള എൻട്രൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. 10 ഫീറ്റിലാണ് ഡൈനിങ് സ്പേസ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഏരിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിലൊന്നും യാതൊരു വർക്കുകളും ചെയ്യാതെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടാണ് വീട് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വലിയൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മളുടെ വാഷ് ഏരിയക്കുള്ള അറേഞ്ച്മെന്റ്സ്, പൈപ്പ് കണക്ഷനുള്ള ഒരു പോയിന്റ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഡോറിന്റെ ഒരു പാറ്റേൺ ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെയാണ് ടൈലുകളുടെ എല്ലാം കളർ കോമ്പിനേഷൻ വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. ജാഗ്വാറിലാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 10.5 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം റൂഫ് എല്ലാം പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്ക് ക്ലോസ്ഡ് കിച്ചൺ ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഡോർ ഒക്കെ കൊടുത്തിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ആണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം. കിച്ചണകത്ത് നമുക്കിപ്പോ ക്യാബിനറ്റ്സ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ബിൽഡർ നിങ്ങൾക്കത്
ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കിച്ചണും നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. രണ്ട് സ്ഥലത്ത് നമുക്ക് സിങ്ക് വെക്കാനുള്ള ഓപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആണ് ഈ ഒരു ഭാഗം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ ചെയ്യാവുന്നതാണ്. ഇവിടെയും വിൻഡോസ് വരുന്നുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. നേരെ വന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു ഹാളിലാണ്. നിങ്ങളുടെ അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. ഇവിടെ നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ടി വി വെക്കാനുള്ള പോയിന്റ് ആ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്ക് 3 കിട്ടുന്നുണ്ട്. ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ബെഡ്റൂമിനകത്തേക്ക് നമ്മൾ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കാണാവുന്നതാണ്. ഇവിടെയും ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11.5 10.5 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫ് എല്ലാം തന്നെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. 10.5 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം സ്പേസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയ ടൈലാണ് മറ്റു ബാത്റൂമുകളെക്കാളും ഇട്ടിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്നുള്ള ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് ബാൽക്കണിയിലേക്കാണ് എൻ്റർ ചെയ്യാവുന്നത്. ബാൽക്കണിയുടെ ഹാൻഡ് റൈൽസ് ഒക്കെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസ് ആണ്. ടഫന്റെ ഗ്ലാസ് ആണ് അകത്തിട്ടിരിക്കുന്നത്. അത്യാവശ്യത്തിന് വലിപ്പമുള്ള ഒരു ബാൽക്കണി തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. 10.10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ നിങ്ങൾക്ക് അവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ബാത്റൂമിലത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ബ്രൗൺ ആൻഡ് ഒരു വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ഈ റൂമിൽ നിന്നുള്ള ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. ഗ്ലാസ് ഇട്ടിട്ട് തന്നെയാണ് ഇവിടെയും കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളതായിട്ട് യൂസ് ചെയ്യാം. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് കാണാൻ പറ്റുന്നുണ്ട്. റൂഫിന്റെ ഒരു ചെറിയ പോർഷൻ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പള്ളിക്കര ബസ് റൂട്ടിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലേക്കാണ്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 5.6 ആണ്. 5.6 സെന്റ്. 2000 സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആണ് എല്ലാം തന്നെ. അതുപോലെ തന്നെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ടത് 3 കാറുകൾക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും പാർക്ക് ചെയ്യാം. നാലാമതൊരു കാർ കൂടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും ലാൻഡ് അളവ് വരുന്ന വീടുകൾ ബസ് റൂട്ടിന് വളരെ അടുത്ത്, അതും കാക്കനാട് ഭാഗത്ത് കിട്ടുക എന്ന് പറയുന്നത് വളരെ ലക്കാണ്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,15,00,000 രൂപയാണ്. ഇതിനകത്ത് നമുക്ക് കിച്ചൺ നിങ്ങൾ കണ്ടു, ക്യാബിനറ്റ്സ് ഒന്നുമില്ല. അതെല്ലാം തന്നെ ഓണർ ചെയ്തു തരുന്നതായിരിക്കും. 1,15,00,000 രൂപ എന്നുള്ളത് വളരെ ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. 1.15 CR എന്നുള്ള പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക. ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് ആൻഡ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോൾ തിരിച്ച് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.